എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ തുവൂരിൽ നിന്ന് തന്നെ ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, നമ്മുടെ KT ജലീലിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഏറ്റവും കൂടുതൽ മതപഠനം നടത്തുന്നത് മുസ്ലിം സമൂഹമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഒക്കെ ചെയ്യുന്നത് അതും അവർ തന്നെയാണ്. ഒരുപാട് കേസുകളിൽ പ്രതികളാകുന്നു ചെറുപ്പക്കാർ. മതപഠനം തീരെ ഇല്ലാത്ത ഒന്നാണ് ഹിന്ദുമതം. അവർക്ക് ആരാണ് ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? എന്നിത്യാദി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടു. അതിന് സാറിൻ്റെ മറുപടി എന്താണ്? ഇതിപ്പോൾ മറുപടി പറയാൻ എന്താ ഉള്ളത്? കാരണം വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് എന്നുള്ളത്. അതിന് കാരണം ആദ്യം മുതൽ ഈ സനാതനധർമ്മം എന്നുള്ളത് ഒരു ആചാരക്രിയകളാണ്, സാംസ്കാരികമായിട്ടുള്ളൊരു മണ്ഡലമാണ്, ഒരു മതമല്ല. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്താണോ പറഞ്ഞത് അതനുസരിക്കുക. ആ പറഞ്ഞതിൻ്റെ ആന്തരികമായ അർത്ഥമോ വേറെ വല്ല ഭാവമോ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്നാൽ ഭാരതീയ സനാതന ധർമ്മത്തിലെ ആചാര്യന്മാർ നമുക്കൊരു പ്രവാചകനല്ല ഉള്ളത്, നിരവധി പ്രവാചകന്മാരുണ്ട്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുമ്പ് പറയുന്നതിനെ ഏറ്റുപറയുന്നവൻ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങളെ അത് മുമ്പ് പറഞ്ഞു വെച്ചതാണ് എടുത്ത് പ്രയോഗിക്കുക. ഓരോരുത്തരും ഓരോ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിരവധി ആചാര്യന്മാർ. അതിനനുസരിച്ച് ചില ആചാരക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിവേകബുദ്ധിയോട് ദീർഘവീക്ഷണത്തോടു കൂടി ആസൂത്രണം ചെയ്തവയാണ്. ഉദാഹരണത്തിന്, ഈശ്വരന് രൂപമില്ല. ഇസ്ലാം മതവും അത് പറയുന്നു, നമ്മളും സനാതനധർമ്മ വിശ്വാസികളും അത് പറയുന്നു. രൂപമില്ലെങ്കിൽ ഈശ്വരൻ്റെ രൂപം വയ്ക്കുന്നത് തെറ്റാണ് എന്ന അർത്ഥത്തിൽ അവർ ആചരിക്കുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഈശ്വരന് രൂപമില്ല, ഇല്ലെങ്കിലാണല്ലോ നിരവധി രൂപങ്ങൾ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ചൊരു രൂപമില്ല, അതുകൊണ്ട് ഏത് രൂപം വേണമെങ്കിലും ആകാം. ഭാരതീയ സനാതന ധർമ്മപ്രകാരം ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ. അങ്ങനെയാണെങ്കിൽ എവിടെയും ഈശ്വരനാണ്. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, പൂജിക്കാം. ഈ ഒരു അർത്ഥം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണമുണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർക്ക്. അത്രയധികം വിദ്യാഭ്യാസമില്ലാത്ത, മനോനിയന്ത്രണമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അരൂപമായിട്ടുള്ള ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. യോഗികൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ബുദ്ധനെ പോലെയോ ശങ്കരാചാര്യരെ പോലെയോ നാരായണ ഗുരുവിനെ പോലെയോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങൾക്കത് സാധ്യമല്ല. അവൻ്റെ മുന്നിൽ ഒരു പ്രതിരൂപം വേണം, മനസ്സിനെ അതിലേക്ക് ഏകീകരിക്കാൻ. ഇങ്ങനെയുള്ള മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രവിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. ശിവോഹം എന്ന് പറയുന്നു, ഞാൻ ശിവനാകുന്നു, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ ശിവനാണെങ്കിൽ എന്നെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ക്ഷേത്രമാകുന്നു.
ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല. നാഹം ദേഹോ നേന്ദ്രിയാണ്യന്തരംഗോ നാഹങ്കാര പ്രാണവർഗോ ന ബുദ്ധി ധാരാപത്യ ക്ഷേത്ര വിത്താതിദൂരഃ സാക്ഷി നിത്യഃ പ്രത്യഗാത്മാ ശിവോഹം. നാഹം ദേഹോ, ഞാൻ ദേഹമല്ല. നേന്ദ്രിയാണി അന്തരംഗോ, ഇന്ദ്രിയങ്ങളോ അന്തരംഗങ്ങളോ അല്ല. നാഹങ്കാര, ഞാൻ അഹങ്കാരമല്ല. പ്രാണവർഗോന ബുദ്ധി, പ്രാണവർഗങ്ങളോ ബുദ്ധിയോ അല്ല. ധാരാപത്യ ക്ഷേത്ര വിത്താതി, ഭാര്യയോ വീടോ ധനമോ അല്ല. സാക്ഷി നിത്യഃ പ്രത്യഗാത്മാ ശിവോഹം, ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന സാക്ഷാൽ ശിവനാണ് ഞാൻ. അപ്പം ഞാൻ ശിവനാണെങ്കിൽ ആ എന്നെ പൊരിഞ്ഞു നിൽക്കുന്ന ഈ ശരീരം ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ പ്രതീകമാണ് എല്ലാം. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രജ്ഞ ബന്ധം, ഈ ഞാൻ എന്ന് പറയുന്ന ക്ഷേത്രജ്ഞനാകുന്നു, ഈ ശരീരം ക്ഷേത്രമാകുന്നു. അത് തന്നെ ഗീതയിലും പറയുന്ന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു മനഃശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടുമുള്ള ഒരു സങ്കല്പമാണ് ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രം വന്നു, പിന്നെ അതിൽ ആചാരങ്ങൾ വന്നു. അങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ കുടുംബങ്ങളും, ക്ഷേത്രത്തിനോട് പല ബന്ധപ്പെട്ട പല പൂജാരിമാരുണ്ട്, കഴകക്കാരുണ്ട്, മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒരു നിയമങ്ങൾ വന്നു. അതെല്ലാവരും അനുസരിക്കേണ്ടതായ നിയമങ്ങൾ. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, പ്രാർത്ഥിക്കുക, എന്നതിന് ശേഷം അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ശുദ്ധിയോടുകൂടിയിരിക്കുക, വൈകുന്നേരം സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തുടർന്നു പോകുന്നു. അങ്ങനെ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരൊക്കെ അത് തുടർന്നു പോകുന്നു. അപ്പോൾ മാനസികമായിട്ട് തന്നെ അവർക്ക് ഒരു ശുചിത്വം വന്നു ചേർന്നു. പിന്നെ ഇടക്കാലത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വന്നപ്പോൾ, കമ്മ്യൂണിസവും ഒക്കെ വന്ന സമയത്ത് ഈ എന്താ പറയുക, പുരോഗമന ചിന്താഗതിക്കാർ വർദ്ധിച്ചപ്പോൾ തത്വം അറിയാതെ ഒക്കെ അന്ധവിശ്വാസമാണ് എല്ലാം. ക്ഷേത്രങ്ങളൊക്കെ അന്ധവിശ്വാസമാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട് ഇവിടെ. ആ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിന് കുറച്ചൊരു കോട്ടം പറ്റി. പക്ഷെ വീണ്ടും അടുത്ത കാലത്ത് അത് പുനരുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണ്ടും പഴയ രൂപത്തിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ, ഈ ആചാരങ്ങളൊക്കെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് ഉത്സവങ്ങൾ, ഇപ്പോൾ ദക്ഷിണായനം മുതൽ തുടങ്ങുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനും ആധ്യാത്മികതയും ഭൗതികതയും കൂടി കൂടിക്കലർന്ന ഒരു ജീവിത രീതിയാണ് സനാതനധർമ്മ വിശ്വാസികളുടെ. കർക്കടക മാസം തുടങ്ങുന്നു. കർക്കടക മാസത്തിൽ രാമായണ പാരായണവും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു. ക്ഷേത്രങ്ങളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള രാമായണ പാരായണം, വീടുകളിൽ പാരായണം, അതിനനുസരിച്ച് പുരുഷന്മാരും കുട്ടികളും കൂട്ടുനിൽക്കുന്നു. ഈ ഒരു വർഷക്കാലം വീട്ടിലൊന്നും മത്സ്യമാംസാദികൾ വരുത്തുകയില്ല. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി രാമായണ മാസം ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഓണക്കാലമായി, അത് ആഘോഷത്തിൻ്റെ കാലമായി. ഓണം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? നവരാത്രിക്കാലമാണ്. അവിടെയും വ്രതശുദ്ധിയോടുകൂടി 9 ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്നു. അത് കഴിഞ്ഞാൽ മണ്ഡലക്കാലമായി, ശബരിമല സീസണായി. ആ സമയത്തും വ്രതശുദ്ധിയോടുകൂടിയിട്ട് അനുഷ്ഠിക്കുന്നു. അങ്ങനെ മകരമാസം 1-ാം തീയതി വരെ അത് വരുന്നു. പിന്നെ ഉത്സവങ്ങളുടെ കാലഘട്ടമായി. ഒരു തട്ടകത്തിൽ ഉത്സവം നടത്തുകയാണെന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അത് മാനസികമായും ശാരീരികമായിട്ടുള്ള ഗുണത്തെ പ്രദാനം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം മുഴുവനും ഭൗതികതയും ആധ്യാത്മികതയും കൂടി ഇടചേർന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് ദുഷ്ടനോ ക്രിമിനലുകളോ ഒന്നും ആകാൻ കഴിയില്ല. അതിന് പ്രത്യേകം പഠിക്കണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ ധർമ്മമുണ്ട്. അച്ഛനെയും അമ്മയെയും നോക്കണം പ്രായമുള്ള സമയത്ത് എന്നറിയാൻ ഭഗവത്ഗീത പഠിക്കണമെന്നില്ല, ഉപനിഷത്തോ വേദോ പഠിക്കണമെന്നില്ല, എന്തിന് രാമായണം പോലും വായിക്കണമെന്നില്ല. കാരണം അത് നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞൊരു ബോധമാണ്.
പ്രായമായ അച്ഛനെയും അമ്മയെയും നോക്കുക. അതിന് വിപരീതമായി നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ സത് കുടുംബങ്ങളിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മയെയും നോക്കുന്നു, മക്കൾ നോക്കുന്നു. നേരെ വിപരീതമായിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, അതുണ്ട് ധാരാളം. പക്ഷെ എങ്കിലും ഭൂരിഭാഗവും വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അച്ഛനെ ശുശ്രൂഷിക്കുന്നതൊക്കെ, അമ്മയെയും ശുശ്രൂഷിക്കുന്നത്. അതേമാതിരി മോഷണം പാടില്ല, അധർമ്മമായിട്ടുള്ളത് പാടില്ല, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഇതൊക്കെ അധർമ്മമാണ് എന്ന ബോധം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുക. തീരെ പണമില്ലാത്ത, ഒന്നിനും പണമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അപകടം ചെയ്തു എന്ന് വരാം. പക്ഷെ കുറച്ചെന്തെങ്കിലും ജീവിക്കാൻ മാർഗമുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ഇവന്റെ ആചാര പദ്ധതി ഇവനെ പഠിപ്പിക്കുന്നു. അതാണല്ലോ സത്യം. അഹിംസയാണ് പ്രധാനപ്പെട്ട മാർഗമായി നമ്മൾ കരുതുന്നത്. അഹിംസ ഒരു വൈഷ്ണവത്തിൻ്റെയോ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെയോ ഭാഗമൊന്നുമല്ല. എന്തിന് വെറുതെ ഒരാളെ എന്തിന് ആക്രമിക്കണം? ഇങ്ങോട്ട് വന്നാൽ പ്രതികരിക്കേണ്ട എന്നല്ല, ഇങ്ങോട്ട് വന്നാൽ പ്രതികരിക്കണം, അതാണ് ഗീത പറയുന്നത്. എന്നാൽ അനാവശ്യമായിട്ട് അങ്ങോട്ട് ചെയ്ത് ഉപദ്രവിക്കരുത്. നമ്മൾ ഉപദ്രവിക്കാറില്ല, നമുക്ക് സ്വാർത്ഥ ലാഭങ്ങളുമില്ല. ഈ ലോകത്ത് മതപരിവർത്തനം നടത്താത്ത ഒരു മതമുണ്ടെങ്കിൽ അത് ഭാരതീയ സനാതനധർമ്മവും ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റു മതങ്ങളുമാണ്. ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഇതൊന്നും നമ്മുടെ മതത്തിലേക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു ചേർക്കുന്നില്ല. കാരണം ഇതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഇഷ്ടപ്പെട്ടതിലേക്ക് വേണമെങ്കിൽ വരാം. ലോകത്ത് പല രാജ്യങ്ങളിലും ഭാരതീയ സനാതന ധർമ്മം സ്വീകരിച്ചു വരുന്നവരുണ്ട്. അതൊന്നും നിർബന്ധിച്ചിട്ടല്ല, ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നതാണ്. കുംഭമേള നടന്നു. കുംഭമേളയിൽ പങ്കെടുത്ത അനേകം പേർ ഭാരതീയ സനാതന ധർമ്മം സ്വീകരിച്ചു. വിദേശികൾ. ആരെങ്കിലും നിർബന്ധിച്ചോ? ഒന്നുമില്ല. അവർക്ക് തോന്നി ഇതാണ് സത്യം എന്ന്. കാരണം എന്താണ്? ഇവിടെ സ്വാർത്ഥതയില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോകത്തിൽ എല്ലാവർക്കും, അത് ക്രിസ്ത്യാനിയായാലും ശരി, മുസൽമാനായാലും ശരി, ബുദ്ധമതക്കാരനായാലും ശരി, പാഴ്സി ആണെങ്കിലും ശരി, ആരായാലും എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ, എനിക്ക് മാത്രം എന്ന് പറയുന്നില്ല. അതിൻ്റെ വേറൊരു വേർഷനാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നാരായണ ഗുരു പറഞ്ഞത്. അതാണ് ആവശ്യം. നന്നാവണം. സത്യം, ധർമ്മം, അതൊക്കെ അനുഷ്ഠിച്ച് ദയ, കാരുണ്യം, ഇതൊക്കെ ഉള്ളവനായി തീരുക. നീ മതം ഏതോ അതിവിടെ വിഷയമേ അല്ല. അപ്പൊ ഈ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് താരതമ്യേന അക്രമങ്ങളും അഴിമതിയും അതേമാതിരി ഇങ്ങനെ ഈ ക്രിമിനലുകളൊന്നും ആകാതെ ഇരിക്കാൻ കാരണം. അക്രമവും അഴിമതിയൊന്നും ഇല്ലാതെയും ഒരാൾ ക്രിമിനൽ ആകാതിരിക്കുവാനുള്ള കാരണം ഈ കാരണങ്ങളൊക്കെ. എന്നാൽ ഇല്ലേച്ചുണ്ട്, അവിടെയും പിടിയും അല്ലറ ചില്ലറ ഉണ്ടാവും. ലോകത്തിലെല്ലാം പരിപൂർണമായിട്ടും നന്നാവുന്ന ഒന്നുമില്ലല്ലോ. അപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ താരതമ്യേന കുറവ്. അതിന് കാരണം ഈ ഒരു സംസ്കാരമാണ്. ബാക്കി അടുത്ത ഭാഗത്ത്. നന്ദി, നമസ്കാരം.